നമസ്കാരം മക്കളെ. അപ്പോൾ നിങ്ങൾ ഫിസിക്സ് എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് വേഗം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ഒന്ന് വേഗം ഒന്ന് ഓടിച്ചു നോക്കിയാലോടാ മക്കളെ. വേഗം ഒന്ന് ഓടിച്ചു നോക്കിയാലാ. നോക്കി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഏതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് ഔട്ട് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എസ് ഐ സിസ്റ്റം. ഏതാടാ ആൻസർ? എല്ലാവർക്കും അറിയാലോ, വെബർ. വെബർ എന്ന് പറയുന്നതല്ലേ വരിക. ആൻസർ എത്രയായിരിക്കും വരിക? വെബർ എന്ന് പറയുന്നതായിരിക്കും വരിക. Then second question എന്ന് പറയുന്നത് the polarization of light proves that light is a എന്ത് വേവ് എന്നാണ് മക്കളെ? ട്രാൻസ്വേഴ്സ് വേവ് ആണെന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? the speed of electromagnetic wave എന്ന് പറയുന്നത് in medium is less than that in എന്താണ് മക്കളെ? ഒന്നുകിൽ ഫ്രീ സ്പേസ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ വാക്വമോ, ഏതെങ്കിലും ഒരെണ്ണം എഴുതിച്ചാൽ മതിയാണ്. ഫ്രീ സ്പേസ് ആയാലും വാക്വം ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരെണ്ണം എഴുതിച്ചാൽ മതിയാണ് പറയണത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫോർ ദ സെറ്റ് ഓഫ് ചാർജസ് -q plus 2q -3q plus 5q kept in a closed surface inside a water epsilon r is equal to -18 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയുടെ മക്കളെ, നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ട? ഈ പറഞ്ഞ എല്ലാ ചാർജും കൂടി കൂട്ടുക. അപ്പൊ -q3 -3q കൂടി കൂട്ടുമ്പോൾ -4q ആണ് വരിക. +2q +5q കൂടി 7q -3q + 7q എത്രയാണ് വരിക മക്കളെ? +3q by 80 epsilon 0 എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് മക്കളെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ എ കോൺകേവ് ലെൻസ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡാഷ് ലെൻസ്. എന്താണ് മക്കളെ പറയാ? അതിനെ പറയുന്ന പേരെന്താണ് പറയാ? ഡൈവേർജിംഗ് ലെൻസ് എന്നും കൂടി പറയുന്നത്. ഡൈവേർജിംഗ് ലെൻസ് എന്നും കൂടി പറയും. പിന്നെ അതുപോലെ ദ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ എ കണ്ടക്ടർ ഈസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും മക്കളെ. എന്തായിരിക്കും വരിക? പോസിറ്റീവ് ആയിരിക്കും വരിക. ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മക്കളെ? ട്രൂ ആണ്. ഇനി അടുത്തത് സെക്ഷൻ ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. എന്താണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചാൽ മതി. റീജിയൻ ഓഫ് സ്പേസ് അറൌണ്ട് എ ചാർജ് വേർ ഇറ്റ് എക്സ്പീരിയൻസ് ഫോഴ്സ് ഓൺ അനദർ ചാർജ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ? ടോട്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഈസ് ഈക്വൽ ടു F/Q. ഇതിൽ ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടൂടാ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ഇൻ നെഗറ്റീവ് ചാർജ്. ദേ ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്പ്. ദേ ഡു നോട്ട് ഇന്റർസെപ്റ്റ്. പിന്നെ അതുപോലെ ദേ ആർ കണ്ടിന്യൂസ് ഇൻ ചാർജ് ഫ്രീ റീജിയൻ. ഈ പോയിന്റുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഡിഫൈൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിയാലോ, വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം അവിടെ എഴുതി വെച്ചാൽ മതി. ദെൻ അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് പൊട്ടൻഷ്യൽ അലോങ് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ ലൈൻസ്. അതായത് നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞ മാതിരി എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ആ ഒരു ഇക്വേഷൻ? 1/4πε0 p cos θ ഡിവൈഡഡ് ബൈ r² എന്ന് പറയുന്നതാണ് വരിക. അത് ഇക്വറ്റോറിയൽ എന്തായിരിക്കും ഇവിടെ മക്കളെ? ആ ഒരു ഇക്വേഷനും ഇക്വറ്റോറിയലില് ഈ പറഞ്ഞ ആളെന്തായിരിക്കും? 0 ആയിരിക്കുന്നു. ആക്സിയലിൽ +/- 1/4πε0 p/r² എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടൂടാ മക്കളെ? 1 മാർക്ക് കിട്ടുന്ന പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? 10ാമത്തെ ചോദ്യം ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ 2 കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഒരു ഡെറിവേഷൻ എന്റെ മക്കൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കണം. അതായത് mu0/2π I1 I2 ഡിവൈഡഡ് ബൈ R എന്ന് പറയണ ഈ ഒരു എക്സ്പ്രഷൻ ആണ് മക്കളെ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗോസ് സ്ലോ ഇൻ മാഗ്നറ്റിസം. അത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു സാധനം എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എ ബാർ മാഗ്നറ്റ് ഈസ് കട്ട് ഇൻ ടു 2 പീസസ് ആസ് ഷോൺ ബിലോ. റീഡ് ഓഫ് ദ ഡയഗ്രാം വിത്ത് കറക്റ്റ് മാർക്കിംഗ് ആൻഡ് ദ ഓഫ് ദ മാഗ്നറ്റിക് പോൾസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാ നോക്കിയാടാ മക്കളെ, ഇവിടെ ഇതെന്തായിട്ട് മാറും? ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഈ പറയുന്ന ആളെന്തായിട്ട് മാറും? ഇവിടെ സൗത്ത് പോളും.
അതുപോലെ ഇത് സൗത്ത് പോൾ ആയിരുന്നു, അപ്പോൾ ഇത് എന്തായിട്ടും മാറും, നോർത്ത് പോൾ ആയിട്ടും മാറും. ഇത്രയും വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ 1 മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്ത് 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സ്നെൽ ഷോ ആണ്. സ്നെൽ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതുപോലെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കുക, അല്ലെങ്കിൽ sin i by sin r is equal to n2 by n1 is equal to constant എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചാൽ മതിടാ. പിന്നെ അടുത്തത് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ലൈറ്റ് റേ ബെൻസ് ടുവാർഡ്സ് നോർമൽ വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം റയർ ടു ഡെൻസർ മീഡിയം. നമുക്ക് അറിയാം, നിങ്ങൾ എന്താ പറയാ അറിയേണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേസ് അപ്പോൾ ഇവിടെ ഒരു മീഡിയം വരച്ചു, എന്നിട്ട് ഇതിനെന്ത് വരച്ചു മക്കളെ, ഞാൻ നോർമൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഒരു മറ്റേ ഇൻസിഡന്റ് റേ വന്നു, അത് എന്താ പറയാ റിഫ്രാക്ഷൻ ഈ ഒരു നോർമലിനോട് അടുക്കാണ് എന്നുള്ള ഈ ഒരു ഫിഗർ ഇവിടെ ഐ ഗ്രേറ്റർ ദാൻ എന്താ പറയുക ആർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഐ വരിക, ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ആ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് മക്കളെ വരിക? ഇത് റയറർ മീഡിയം, ഇത് ഡെൻസർ മീഡിയം എന്നുള്ള ഈ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടൂടാ. ഇനി അടുത്തത് ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ് മക്കളെ? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് 1 ഹെൻറി ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്? ഇത്രയാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് കറന്റ് ഫ്ലോസ് ത്രൂ ദ സെയിം കോയിൽ L is equal to 5/I എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ എ കോയിൽ വെൻ റേറ്റ് ഓഫ് ചാർജ് ഇൻ കറന്റ് ഇൻ ദ കോയിൽ ഈസ് യൂണിറ്റി. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചാൽ മതിടാ. പിന്നെ അതുപോലെ 1 ഹെൻറിയിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ഹെൻറി മീൻസ് ഈസ് എ കോയിൽ ജനറേറ്റ്സ് 1 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് വെൻ എ കറന്റ് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 1 ഹെൻറി മീൻസ് എ കോയിൽ പ്രൊഡ്യൂസസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF of 1 volt when the rate of change in current in the coil is 1 ampere per second. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്തത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആടാ. മാച്ച് ദ ഫോളോയിങ് AC സർക്യൂട്ടിന്റെ ആ ഒരു കാര്യം പ്യുവർലി ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? കറന്റ് ലാഗ്സ്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് അല്ലെ. പ്യുവർലി ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക മക്കളെ? കറന്റ് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ആണ് വരിക. പിന്നെ പ്യുവർലി കപ്പാസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? കറന്റ് ലീഡ്സ് ദ വോൾട്ടേജ്. പ്യുവർലി റെസിസ്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? V and I, വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ ഇൻ സെയിം ഫേസ്. അതുപോലെ സീരീസ് LCR എന്ന് പറയും കറന്റ് മേ ലീഡ് ഓർ ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് അല്ലേ. ഇതാണ് മക്കളെ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് സെക്ഷൻ C ആണ് വരുന്നത്. അടുത്തത് സെക്ഷൻ C ആ വരുന്നത്. അപ്പൊ സെക്ഷൻ സിയിൽ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറിയണതല്ലേ എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് ഇൻസിഡന്റ് ആംഗിൾ എന്നുണ്ടെങ്കിൽ എന്താ പറയാ? ആ ഒരു റിഫ്രാക്ഷന് പകരം അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 1 മാർക്ക് കിട്ടും. പിന്നെ അടുത്തത് എന്താ? വാട്ട് ആർ ദ കണ്ടീഷൻ ടു അച്ചീവ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? എപ്പോഴും എന്തായിരിക്കണം? ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെൻസർ ടു റെയറർ മീഡിയം ആയിരിക്കണം എന്ന് പറയാ ലൈറ്റ് ട്രാവൽ ചെയ്യണത്. ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്തത് ലോറൻസ് ഫോഴ്സിന്റെ ഡെഫിനീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഡെഫിനീഷൻ എഴുതിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ QVP sin θ ആണോ, അല്ലെങ്കിൽ ഫിസിക്കൽ QE plus QVP sin θ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ എഴുതിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് കിട്ടൂടാ. ഇനി അടുത്തത് കമ്പ്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ലോങ് സ്ട്രേറ്റ് വയർ ക്യാരിയിങ് എ കറന്റ് ഓഫ് 1 ആംപിയർ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ഇറ്റ്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, B is equal to μ0I divided by 2πr എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് 2 into 10⁻⁻7 ടെസ്ല എന്ന് പറഞ്ഞിട്ട് വരും. 2 into 10⁻⁻7 ടെസ്ല എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് മക്കളെ അതിന് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? whenever a magnetic flux linked with a conductor changes an EMF, is induced in it. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എഴുതിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മാർക്ക് കിട്ടുന്നതായിരിക്കും. ദ ഇക്വേഷൻ ഓഫ് എൻ ആൾട്ടർനേറ്റീവ് കറന്റ് ഈസ് ഗിവൺ ബൈ I is equal to 77 sin 314t. is find the peak current frequency time period and instantaneous value of current at t is equal to 2 second എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെ I is equal to 0 sin omega t എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യണം, ആ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് പീക്ക് കറന്റ് നമുക്ക് എന്താണ് കിട്ടൂടാ മക്കളെ? പീക്ക് കറന്റ് നമുക്ക് 77 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടും, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെന്ന് പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.02 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ എന്താ പറയാ? T is equal to 2 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് എന്ന് പറയുന്നത്
-24 -24.11 ആംപിയർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വരിക. ഈ പറഞ്ഞ ആൻസർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ഇട്ടുകൂടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ നോൺ മെക്കാനിക്കൽ വേവ്സ് വൈ, എന്തുകൊണ്ടാണ് ആ മക്കളെ അതിന് നോ മീഡിയം, അതായത് ട്രാവൽ ചെയ്യാൻ എന്താ ആവശ്യമില്ല, മീഡിയം ആവശ്യമില്ല. അത് ഇനിയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഒരൊറ്റ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല മക്കളെ. ഇനി അടുത്ത എന്താ, അറേഞ്ച് ദ ഫോളോയിങ് വേവ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഫ്രീക്വൻസി, ഫ്രീക്വൻസിയുടെ ഓർഡറിൽ ഇൻക്രീസ് ചെയ്യാൻ എഴുതാൻ പറയുമ്പോൾ ഏറ്റവും ആദ്യം ആരാണ് മക്കളെ വരിക, റേഡിയോ വേവ്. ഏറ്റവും ആദ്യം വരിക ആരാ, റേഡിയോ വേവ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് മക്കളെ വരിക, മൈക്രോവേവ് വരും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ എക്സ്റേ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാമാറേ വരും. ഈ പറഞ്ഞ ഒരു ഓർഡറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടൂടാ മക്കളെ. റേഡിയോ വേവ്, മൈക്രോവേവ്, എക്സ്റേ, ഗാമാറേ, ഈ പറഞ്ഞ ഒരു ഓർഡറിൽ എഴുതിയാൽ മതിയാണ് മക്കളെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഡിഫൈൻ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി. എന്താണ് മക്കളെ, റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെ. കൈ ഈസ് ഈക്വൽ ടു പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ആണ് പറഞ്ഞത്. റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചിട്ടുണ്ട് 1 മാർക്ക് കിട്ടൂടാ. ഗിവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് പറഞ്ഞിട്ടുള്ളത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് മക്കളെ, എന്തൊക്കെയാണെന്ന് പറയുന്നത്, വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ റീജിയൻ ആണ് യൂണിഫോം അപ്ലൈഡ് ഫീൽഡിൽ. പിന്നെ അതുപോലെ കൈ <0 നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ മ്യൂ എന്ന് പറയുന്നത് <1 ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിച്ചാൽ മതി. അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടും. ഇനി ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ പ്രത്യേകത, സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫീൽഡ് മോർ ഫ്രം വീക്കർ ടു സ്ട്രോങ്ങർ. ഇനി നോൺ യൂണിഫോം അപ്ലൈഡ് ഫീൽഡ് കൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അതായത് പോസിറ്റീവ് ആൻഡ് ലാർജ് ആയിരിക്കും. മ്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഈ ഒരു ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്തത് എന്താ പറയുന്നത്, വാട്ട് ഈസ് പോളറൈസേഷൻ, ലിസ്റ്റ് എനി 2 ആപ്ലിക്കേഷൻ ഓഫ് പോളറോയിഡ്സ് എന്നാണ് പറയുന്നത്. എന്താ മക്കളെ പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, when an ordinary light passes through certain material its a plane of vibration is restricted to a single plane. അതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുക. പിന്നെ പോളറോയിഡ്സിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസ് ടു കൺട്രോൾ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ സൺഗ്ലാസസ്. പിന്നെ അതുപോലെ എന്താ പറയുക, യൂസ് ഇൻ ഫോട്ടോഗ്രാഫിക് ക്യാമറ, പിന്നെ അതുപോലെ 3D മൂവി ക്യാമറ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എഴുതി വെച്ചാൽ മതിയല്ലോ മക്കളെ. ഇനി അടുത്തത് സ്റ്റേറ്റ് മാലൂസ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് എക്സ്പ്രഷൻ ആണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റും I = I0 cos square theta എന്നോ അല്ലെങ്കിൽ I proportional to cos square theta എന്നോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി വെച്ചാൽ മതിയോ നമുക്ക്. അപ്പൊ 21th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെസൊണൻസ് ഇൻ എൻ LCR സർക്യൂട്ട്. എന്താണ് മക്കളെ LCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, LCR സർക്യൂട്ട് ഇറ്റ് ഇഫ് ദ driving frequency equal to the natural frequency of LCR circuit, the amplitude of oscillating current is maximum. This condition is called എന്താ പറയുക, നമ്മുടെ റെസൊണൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ obtain the expression for resonance frequency വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം omega is equal to അല്ല omega is equal to 1/√LC അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π√LC ആ ഒരു ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടൂടാ മക്കളെ. ഇൻ ദ ഫോളോയിങ് കറന്റ് ഫ്രീക്വൻസി ഗ്രാഫ് അറ്റ് റെസൊണൻസ് വിച്ച് കർവ് ഹാസ് ലോവസ്റ്റ് റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് ആ മക്കളെ വരിക. അതിന്റെ ഒരു വരുമ്പോൾ ഇങ്ങനെയാണ് വരിക, R1 < R2 R3. ഇങ്ങനെയാണ് മക്കളെ എന്താ പറയുക ഈ ഒരു വരുന്നത്. ആ ഒരു ഈ പറഞ്ഞ രീതിയിലായിരിക്കും ഇവരുടെ ആ ഒരു ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ ഡിയിലെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു മക്കളെ, 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് കറന്റ്. ഡിഫൈൻ 1 ആംപിയർ. 1 ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ampere is the current generated in a conductor of resistance 1 ohm kept at a potential difference of 1 volt. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 1 മാർക്ക് കിട്ടൂടാ. ഇനി അടുത്തത് VI ഗ്രാഫ് വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത് ഇല്ലേ. VI ഗ്രാഫ് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുക, അതാ നമ്മളെ X ആക്സിസും ഇത് X ആക്സിസും Y ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വരിക, I യും
ഇവിടെ വി ആയിട്ടും വന്നിട്ട് ഇതാ ഈ പറഞ്ഞ ഈ ഒരു വി ഐ ഗ്രാഫ് ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. കണ്ടക്ടറിന്റെ വി ഐ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരച്ചാൽ മതി. പിന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിച്ചാൽ മതിയുടെ മക്കളെ. അടുത്തത് 23rd question, light has a wave nature. What are the essential conditions for to light waves to be coherent ആവാനുള്ള ആ ഒരു കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ഫ്രീക്വൻസി, വേവ് ലെങ്തോ അല്ലെങ്കിൽ എന്താ പറയുക കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയാൽ മതിയുടെ മക്കളെ. പിന്നെ ലിസ്റ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ. ഡ്രോ ദ ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇന്റർഫറൻസും ഡിഫ്രാക്ഷനും തമ്മിലുള്ള എന്താ പറയുക, ഇന്റർഫറൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് ഫ്രം ഡിഫറെന്റ് സോഴ്സ് ആണ്. പിന്നെ ഓൾ ബ്രൈറ്റ് ബാൻഡ്സ് ഹാവ് സെയിം ഇന്റൻസിറ്റി ആണ് വരിക. അതുപോലെ വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ചസ് ആർ സെയിം ആയിരിക്കും. ഇതാ നമ്മൾ ആ ഒരു ഫിഗർ എൻ്റെ മക്കൾക്ക് അറിയാതെ വിചാരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ഒരു ഫിഗർ വരച്ച് വയ്ക്കാം. ഇനി അതുപോലെ ഡിഫ്രാക്ഷനിലാണെങ്കിലോ മക്കളെ, ഡിഫ്രാക്ഷനിലാണെങ്കിലോ ഡ്യൂ ടു സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ് കമ്മിങ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് സെയിം വേവ് ഫ്രണ്ട് ആണ് വരിക. പിന്നെ അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ബാൻഡ് വാരീസ്, വിഡ്ത്ത് ഓഫ് ബാൻഡ് വാരീസ്, ഏതെങ്കിലും രണ്ടെണ്ണം. അതാണ് നമ്മുടെ ഈ ഒരു ഇങ്ങനെ വരുന്ന ഒരു ഫിഗർ ഉള്ള മക്കളെ. ഇത് കുറച്ചങ്ങോട്ട് ഇതായിട്ടുള്ള ഈ ഒരു ഫിഗറോ ഏതെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണം, 2 മാർക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് വരിക? Capacity is used to store charge. Write down the expression for capacitance of a parallel plate capacitor. C is equal to epsilon A by D എന്ന് പറയുന്നതാണ് മക്കളെ വരിക. എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടും. പിന്നെ ഒബ്റ്റെയിൻ ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ അവിടെ നമുക്കറിയാം, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ 1 മൈക്രോഫാരഡിന്റെ 3 മൈക്രോഫാരഡിന്റെ എന്താ പറയുക പാരലൽ ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ 6ഉം 2 മൈക്രോഫാരഡും പാരലൽ ആയിട്ടാണ് എടുക്കുന്നത്. അതിലേക്കും കണ്ടുപിടിച്ചിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം വരിക മക്കളെ? 6 മൈക്രോഫാരഡ് ആയിരിക്കണം വരിക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഡിഫൈൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. എന്താടാ മക്കളെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത് തോന്നുന്നു ഈ പറയുന്ന സാധനം നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആവാനോ സാധ്യതയാണ്, പിന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും എന്താ പറയാ, സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പോസിറ്റ് ലൈറ്റ് ഇൻ ടു കോൺസ്റ്റന്റ് കളർ ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ആംഗിൾ ഡീവിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ആൻഡ് ദസ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. ഓൾറെഡി നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, n is equal to sin a plus d by 2 divided by sin a by 2 എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ കറക്റ്റ് ആയിട്ട് അതിന്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും മക്കളെ. അടുത്തത് സെക്ഷൻ ഇ. എന്താണ് മോഷണൽ ഇ എം എഫ് എന്നുള്ളതാണ്. എന്താണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ്ഡ് ഇൻ എന്താ പറയുക വെൻ ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. അതിനെയാണ് മക്കളെ നമ്മൾ എന്താ പറയുക മോഷണൽ ഇ എം എഫ് എന്ന് പറയുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിക്കുക. പിന്നെ അതുപോലെ എന്താ പറയുക റൈറ്റ് എ നീറ്റ് വിത്ത് എ നീറ്റ് ഡയഗ്രം ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. മോഷണൽ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ബി എൽ വി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ആണ് മക്കളെ. അതിന്റെ ആ ഒരു പ്രൂഫ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 3 മാർക്ക് കിട്ടൂടാ. When aeroplane move across the earth, motional EMF produced. Do you agree with this statement? Justify. Yes, എന്തായാലും നമുക്ക് അഗ്രി ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ? അഗ്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, അഗ്രി ആണ് അത്. കാരണം എന്താ പറയുക, when aeroplane moves, its wings are moving perpendicular to the earth. എർത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ആൻ എമോഷണൽ ഇമൂവ് അക്രോസ് ദ ലെങ്ത് ഓഫ് ദ വിങ്സ്. ഇത്രയും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടൂടാ മക്കളെ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട്സ് ഓൺ ഫോളിംഗ് മിറർ. ഡിറൈവ് ദ മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ അറിയാലോ, ആ ഒരു ഡയഗ്രം ഒക്കെ വരച്ചിട്ട് 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്ന് പറയുന്ന ആ ഒരു മിറർ ഇക്വേഷന്റെ ആ ഒരു ഡെറിവേഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ 3 മാർക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? an object is placed at a distance of 20 centimeter from a concave mirror of focal length 15 centimeter. What is the distance from the mirror a screen should be placed to get a sharp image? നമ്മുടെ നാട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് 1/f is equal to 1/v minus 1/v plus 1/u എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് v is equal to എന്തുകൊണ്ട് വരും മക്കളെ? -60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. -60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 2 മാർക്ക് കിട്ടും. പിന്നെ അടുത്ത 28ാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു നമുക്ക്? കൊളംസ് ലോ ഡീൽസ് വിത്ത് ചാർജ് അറ്റ് റെസ്റ്റ്. സ്റ്റേറ്റ് കൊളംസ് ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിച്ചാൽ മതി. നമ്മളെ f is equal to q1 q2 divided by r square, f is equal to 1/4 pi epsilon 0 q1 q2 divided by r square എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ f proportional to q1 q2 divided by r square എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ള ആ ഒരു സംഭവമല്ല.
അതൊന്ന് എഴുതി വെച്ചാൽ മതിയുടെ മക്കളെ. ഇനി അതിലെ രണ്ടാമത്തെ കേസ് എന്തായിരുന്നു? ഷോ ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കാര്യമാണ്. മറ്റേ എന്താ ഒരു വെക്ടർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ആ ഒരു ന്യൂട്ടന്റെ തേർഡ് ലോ പ്രോപ്പർട്ടി ഇതാക്കണത്. ആ ഒരു സംഭവം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്ത കാൽക്കുലേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റം. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് 5.3 into 10 raised to minus 11 meter. Magnitude of charge of the electron and proton 1.6 into 10 raised to minus 19 coulomb എന്ന് പറയുന്നത്. അപ്പോൾ F is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് കിട്ടൂടാ മക്കളെ? 0.82 into 10 raised to minus 78 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതായിരിക്കും നമ്മുടെ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് വോൾട്ടേജ്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? എന്താണ് മക്കളെ? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? അത് എഴുതിച്ചാൽ മതി. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഫോർ ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ. നമ്മൾ VS/VP is equal to NS/NP എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ്. ആ ഒരു ഇക്വേഷൻ എഴുതിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു ഡെറിവേഷൻ എഴുതിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടൂടാ മക്കളെ. ഇനി അടുത്ത് എന്താ? എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ് ഇൻപുട്ട് പവർ ഓഫ് 2400 volt to a step down ideal transformer having 4000 turns in its primary. What should be number of turns in the secondary to get power output at 240 volt? അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ അല്ലേ, ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയാടാ? 400 എന്ന് പറഞ്ഞിട്ട് ആൻസർ വരും. 400 എന്ന് പറഞ്ഞിട്ട് ആൻസർ വരും. ഈ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറഞ്ഞിട്ട് മക്കളെ? 400 എന്ന് പറഞ്ഞിട്ടാണ് വരിക നമ്പർ ഓഫ് ടേൺസ് അല്ലേ. സെക്കൻഡറിയിലെ എന്താ പറയുക? നമ്പർ ഓഫ് ടേൺസിന്റെ എണ്ണം 400 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ മക്കളെ. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. എല്ലാം നമുക്ക് എന്താ പറയുക ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതിൽ ആ ഒരു ചോദ്യം മാത്രമാണ് എന്താ പറയുക നമ്മുടെ എന്താ പറയുക ചോദ്യം ഡിസ്പേഷൻ ഓഫ് ലൈറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് എന്താ പറയുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്നൊന്ന് നിങ്ങൾ ചെയ്തൊക്കെ ശരിയാണോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓടിച്ച് നമ്മൾ വേഗം ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കളെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.